ഹൂതി വിമതരുടെ കനത്ത പ്രഹരം സൗദി പിന്തുണയുള്ള സർക്കാർ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടത്തുകയാണ്. ഹൂതി നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 30 സൈനികർ കൊല്ലപ്പെട്ടതെന്നുള്ള ഔദ്യോഗിക വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ 50-ലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ഹലർമൌത്ത്, മാരിബ് പ്രവിശ്യകളിലെ പ്രമുഖ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ വലിയ ആക്രമണം നടപ്പിലാക്കിയത്. യമനിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലുകളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന യമൻ സർക്കാർ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹൂതികൾക്ക് സമനില തെറ്റിയോ എന്നാണ് പലരും ചോദിക്കുന്നത്. കുറച്ചുകാലം അടങ്ങിയിരുന്ന ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു. ഇതാ ഇപ്പോൾ യമന് നേരെയും ആക്രമണം നടത്തുകയാണ്. 2022 ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും മാരകവും രൂക്ഷവുമായ പോരാട്ടമാണിതെന്നാണ് ഭരണകൂടം സ്ഥിരീകരിച്ചത്. അൽ ഷൌഫ് പ്രവിശ്യയിലെ ഹൂതി താവളങ്ങളിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടത് ഹളർ മൗത്തിലെ അൽ തനിയ, അൽ അബ്ര എന്നീ സൈനിക കേന്ദ്രങ്ങളിലും മാരിബിലെ അൽ റൂഖ് മേഖലകളിലുള്ള ക്യാമ്പുകളിലുമാണ് പ്രധാനമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. നിരവധി സൈനിക ക്യാമ്പുകളും സൈനികരുടെ താമസ സ്ഥലങ്ങളും ആയുധ വെടിക്കോപ്പ് ശേഖരങ്ങളും പൂർണ്ണമായും തകർന്നതായി ഹൂതികൾ അവകാശപ്പെട്ടു. കൂടാതെ കിഴക്കൻ യമനിൽ വിന്യസിച്ചിരുന്ന നിരവധിയായ സൈനിക വാഹനങ്ങളും ആക്രമണത്തിൽ ചാമ്പലായതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അത്യാധുനിക മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ഉപയോഗിച്ചാണ് കനത്ത ആക്രമണം നടത്തിയതെന്ന് നൂറുകണക്കിന് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഹൂതി സൈനിക വക്താവ് യഹിയ സാരി അവകാശപ്പെട്ടു. കഴിഞ്ഞ 4 വർഷത്തോളമായി മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക ആശ്വാസത്തിന് വിരാമമിട്ടുകൊണ്ടാണ് സൗദി പിന്തുണയുള്ള സർക്കാരും ഇറാൻ അനുകൂലികളായ ഹൂതികളും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം വീണ്ടും കൊടുമ്പിരി കൊള്ളുന്നതെന്ന് വ്യക്തമാകുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിൽ ആഴ്ചകളിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങളാണ് ഇപ്പോൾ വലിയ യുദ്ധത്തിലേക്ക് വഴി മാറുന്നത്. ജൂലൈ ആദ്യം സനാ വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നത് സർക്കാർ സൈന്യം തടഞ്ഞതായി ഹൂതികൾ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ജൂലൈ 13 സർക്കാർ സേന സനാ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി സൗദി അറേബ്യയിലെ അബ എയർപോർട്ടിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും സൗദി പ്രതിരോധ സേന അത് വിജയകരമായി നടത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ ജൂലൈ 20 സൗദി അറേബ്യക്കെതിരെ ഹൂതികൾ പൂർണ്ണ നാവിക ഉപരോധം പ്രഖ്യാപിക്കുകയും ചെങ്കടലിൽ സൗദിയുമായി ബന്ധമുള്ള ചരക്കു കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2022 ശേഷം ആദ്യമായി പടിഞ്ഞാറൻ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി സഖ്യസേന ശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സൈനിക ക്യാമ്പുകൾക്ക് നേരെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ചെങ്കടലിലെ പ്രധാന നാവിക പാതയായ ബാബ് അൽ മദേബ് വഴി ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഇതിനോടകം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മറുവശത്ത് പേർഷ്യൻ ഉൾക്കടലിലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ചെങ്കടലിലെ ഈ പുതിയ സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൻ സാമ്പത്തിക സുരക്ഷാ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. 2014 ഷിയ വിമത വിഭാഗമായ ഹൂതികൾ തലസ്ഥാനമായ സന പിടിച്ചെടുത്തതോടുകൂടിയാണ് യമനിൽ രൂക്ഷമായ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. തുടർന്ന് 2015 സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേന യമൻ സർക്കാരിനെ പിന്തുണച്ച് സൈനിക ഇടപെടൽ നടത്തിയെങ്കിലും വർഷങ്ങൾ പിന്നിട്ടും പോരാട്ടത്തിന് പൂർണ്ണ ശമനമുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് പുതിയ വെടിനിർത്തൽ ലംഘനം ഉണ്ടായിരിക്കുന്നത്. സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായ കനത്ത ഭീകരാക്രമണത്തെ യമൻ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാസ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സമാധാന അന്തരീക്ഷവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൂതികൾ നടത്തിയ വഞ്ചനാപരമായ ആക്രമണമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. ആക്രമണത്തിൽ ആളപായവും വലിയ വസ്തുനാശവും ഉണ്ടായതായി എമർജൻസി ഫോഴ്സ് വ്യക്തമാക്കിയെങ്കിലും ഹൂതികളുടെ അവകാശവാദങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഹൂതികളുടെ ഈ നീക്കത്തെ അപലപിച്ച് യമനിലെ US എംബസിയും രംഗത്തുണ്ടായിട്ടുണ്ട്. യമനിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നടപടിയാണിതെന്ന് അമേരിക്ക വ്യക്തമാക്കി. അതേസമയം സൗദി സൈനിക ക്യാമ്പുകളിൽ തുടരുന്ന സൈനികർ എത്രയും വേഗം അവിടെ നിന്ന് പിന്മാറി സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നും വൈകിയാൽ വരും ദിവസങ്ങളിൽ പ്രത്യാഘാതം ഇതിലും രൂക്ഷമായിരിക്കുമെന്നും ഹൂതികൾ വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൂതികളുടെ ആക്രമണം അതിശക്തമായി തുടരുകയാണ്. യമൻ ഇതിന് തിരിച്ചടയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അറബി രാജ്യങ്ങളും ഒരുപക്ഷെ ഹൂതികൾക്കെതിരെ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറബി നാടുകളിലും സമാനമായ ആക്രമണം ഹൂതികൾ നടത്തുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.